നമസ്കാരം. ബിഗ് ബോസ് ഇന്നലത്തെ ടാസ്കിന്റെ ബാക്കിയാണ്. ഇന്നും 25 ചെരുപ്പ് ഉണ്ടാക്കണം. ട്വിസ്റ്റ് എന്നാൽ ഇന്ന് ബ്ലാക്ക് കോയിൻസ് ഇല്ല. അതേപോലെ രണ്ട് രീതിയിൽ അവർക്ക് തിരഞ്ഞെടുക്കാം. ടോസ് ഇട്ടായിരുന്നു എടുക്കുന്നത്. ആര്യനാണ് ആ ടോസ് ഇട്ടത്. 25 ചെരുപ്പുകളാണ് ഉണ്ടാക്കേണ്ടത്. എങ്ങനെ പോയാലും 25 ചെരുപ്പ് ഉണ്ടാക്കണം. ഒരു മിഷൻ വെച്ച് 90 മിനിറ്റ് കൊണ്ടും 2 മിഷൻ വെച്ച് 60 മിനിറ്റ് കൊണ്ടും. ഇതിലേതാണ് ടോസ് ഇട്ട് വീഴുന്നത് അതായിരുന്നു ആര്യനാണ് ടോസ് ഇട്ടത്. ഇവർക്ക് കിട്ടിയ 90 മിനിറ്റ് കൊണ്ട് 25 ചെരുപ്പ് ഒരു മിഷനേ ഉണ്ടാവുള്ളൂ. പണി സത്യം പറഞ്ഞാൽ അവരെ 2 ദിവസം കൊണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് ഇടയ്ക്ക് ആദ്യത്തെ ഭാഗത്തും കുറച്ച് നേരം അവർ മാറി നിന്നു. കുറച്ച് ബെന്നിയൊക്കെ വന്ന് അലമ്പുണ്ടാക്കി ഞങ്ങൾക്ക് ഡ്യൂട്ടി തരാത്തതെന്ന് ചോദിച്ചാൽ അതിനിടയ്ക്ക് സംഭവിച്ച കാര്യം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ ഇൻമേറ്റ്സിനെ കുറേ പേര് ഇത് കാണാൻ വേണ്ടി കയറ്റി വിട്ടു. അനീഷിനെയും പാർട്ടികളെ എല്ലാം കൂടെ. സാറാണ് പിള്ളേരാണ് കാണിക്കാൻ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. അവർ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി കുറേ ഇവരുടെ സമയം അവർ നശിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അക്ബർ അവസാനം ഇവർക്ക് ടാസ്ക് തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അക്ബറും നൂറയൊക്കെ ആയിട്ട് ഭയങ്കര യുദ്ധം നടക്കുന്നു അവിടെ. നൂറ ആർക്കും ശമ്പളം കൊടുക്കത്തില്ല എന്ന് പറയുന്നു. ആദിലെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ ഷാനവാസും അഭിലാഷും കൂടെ ഭയങ്കര മനഃപൂർവ്വം താമസിച്ച അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരും ഭയങ്കര യുദ്ധം നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ഒരു ഈ ടാസ്ക് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പം നൂറ നേരെ അങ്ങ് തിരിഞ്ഞു. പക്ഷേ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് നൂറ എല്ലാ കോംപ്രമൈസ് അക്ബർ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരുന്നു നൂറ നിന്നത്. പക്ഷേങ്കിൽ ടാസ്ക് തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ നൂറ അടുത്ത മറി പെട്ടെന്ന് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഇത് ആദ്യമേ ഒന്നും ഇടയ്ക്കൊന്ന് വന്ന് ചെക്ക് ചെയ്യുകയോ ഇനിയും ഇടയ്ക്ക് ഈ ആൾക്കാരെ കയറ്റിവിട്ട ആ സമയം കുറേ സമയം പോയി. ഈ നവീനും പ്രവീണും ഒക്കെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ബാത്ത് വെക്കുകയും ഇവർ സ്റ്റാപ്ലർ ചെയ്യുന്ന സാധനം അവർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പിന്നെ അവർ ആ ചെരുപ്പ് കെട്ടിയിടേണ്ടി വരുന്നു. അപ്പോൾ ആ സമയം എക്സ്ട്രാ വേണം. ആ എക്സ്ട്രാ സമയമെങ്കിലും നൂറയ്ക്ക് ബിഗ് ബോസിനോട് ചോദിക്കാമായിരുന്നു. ഇത്രയും സമയം അവരുടെ പോയില്ലേ, അവരുടെ ജോലി ചെയ്യേണ്ട അത്രയും സമയം അവരുടെ പോയില്ലേ. അപ്പോൾ അത് ചോദിക്കും. ഇവർ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടായി. ഇവർക്ക് കത്രിക വെച്ച് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ അക്ബറിൻ്റെ ഭാഗത്താണ് ഞാൻ നോക്കിയിട്ട് ചെയ്യുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ സമയത്ത് ഇവരെ അങ്ങോട്ട് കയറ്റിവിടേണ്ട കാര്യമില്ലായിരുന്നു. ഇവർക്ക് ഈ പണി തീർക്കേണ്ടതല്ലേ. പണി തീർത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കയറ്റിവിടാമായിരുന്നു. ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു. ആ സമയം നൂറ ബിഗ് ബോസിനോട് ചോദിച്ചില്ല എന്നുള്ളത് മറ്റൊരു സംഭവമാണ്. ഇന്ന് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് ബ്ലാക്ക് കോയിൻസ് ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാം. പക്ഷേ ബ്ലാക്ക് കോയിൻ ഇല്ലാത്തതുകൊണ്ട് അതും അവർക്ക് നേട്ടമാണ്. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള സംഭവം ഷാനവാസും അഭിലാഷും തമ്മിലുള്ള വഴക്കും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബിഗ് ബോസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ബിഗ് ബോസിന്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.